നയൻതാരയ്ക്കെതിരെ ധനുഷ് മദ്രാസ് ഹൈക്കോടതിയിൽ നയൻതാര ബിയോണ്ട് ദ ഫെയറി ടൈൽ എന്ന ഡോക്യുമെന്ററിയിൽ ഞാനും റൌഡിതാൻ എന്ന ചിത്രത്തിലെ BTS രംഗങ്ങൾ ഉപയോഗിച്ചതിനെതിരെയാണ് കേസ്. രേഷ്മ രാജൻ ചേരുന്നുണ്ട്. രേഷ്മ, നേരത്തെ 10 കോടിയുടെ കോപ്പിറൈറ്റ് നോട്ടീസ് അയച്ചിരുന്നു ധനുഷ്. അതിന് പിന്നാലെ നയൻതാരയുടെ തുറന്ന കത്ത് വന്നു. സോഷ്യൽ മീഡിയയിലും അല്ലാതെയും വലിയ തരത്തിൽ ചർച്ചകളൊക്കെ നടന്നതാണ്. ഇപ്പോഴും വിവാദങ്ങൾ നിലനിൽക്കുന്നതാണ്. ധനുഷ് ഇപ്പോൾ കോടതിയെ സമീപിച്ചിരിക്കുന്നത് എന്തൊക്കെ വാദങ്ങൾ ഉന്നയിച്ചാണ്? ധനുഷ് ഇപ്പോൾ മദ്രാസ് ഹൈക്കോടതിയെ സമീപിച്ചിരിക്കുകയാണ്. നയൻതാര പകർപ്പവകാശം ലംഘിച്ചെന്ന് ഉൾപ്പെടെ ഹർജിയിൽ പറയുന്നുണ്ട്. ധനുഷിന്റെ ഹർജി പരിഗണിച്ച് ഹൈക്കോടതി ഇപ്പോൾ നയൻതാരയ്ക്കെതിരെ നോട്ടീസ് അയച്ചിട്ടുണ്ട്. നയൻതാര, വിഘ്നേഷ് ശിവൻ, സംവിധായകൻ വിഘ്നേഷ് ശിവനും നെറ്റ്ഫ്ലിക്സ് എന്നിവർ മറുപടി നൽകണമെന്നും ഹൈക്കോടതി നിർദ്ദേശിച്ചിട്ടുണ്ട്. നയൻതാര ബിയോണ്ട് ദ ഫെയറി ടൈൽ എന്ന ഡോക്യുമെന്ററിയിൽ ഞാനും റൌഡിതാൻ എന്ന ചിത്രത്തിലെ BTS രംഗങ്ങൾ ഉപയോഗിച്ചതിനെതിരെയാണ് ഈ ഒരു വിവാദം ഉണ്ടായിരിക്കുന്നത്. ഇതിൽ ധനുഷ് ആദ്യം തന്നെ സേതുലക്ഷ്മി പറഞ്ഞതുപോലെ 10 കോടിയുടെ കോപ്പിറൈറ്റ് നോട്ടീസ് അയച്ചിരുന്നു. പക്ഷേ അതെല്ലാം അവഗണിച്ച് പിന്നാലെ നയൻതാര ധനുഷിനെതിരെ രംഗത്തെത്തിയിരുന്നു. നിരവധി ആരോപണങ്ങൾ ഉന്നയിച്ചിരുന്നു. പിന്നീട് നവംബർ 18-നാണ് നയൻതാരയുടെ ജന്മദിനത്തിൽ ഈ ഒരു ഡോക്യുമെന്ററി റിലീസ് ചെയ്തിരിക്കുന്നത്. ഈ BTS രംഗങ്ങളെല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ട് തന്നെയാണ് പിന്നെ ഇത് റിലീസും ചെയ്തിരിക്കുന്നത്. ഇതിനെതിരെയാണ് ഇപ്പോൾ ധനുഷ് മദ്രാസ് ഹൈക്കോടതിയെ സമീപിച്ചിരിക്കുന്നത്. സേതു. ശരി രേഷ്മ, നെറ്റ്ഫ്ലിക്സ് ഡോക്യുമെന്ററി തർക്കത്തിൽ പകർപ്പവകാശ ലംഘനത്തിൽ നയൻതാരയ്ക്കെതിരെ വീണ്ടും ധനുഷ് മദ്രാസ് ഹൈക്കോടതിയെ സമീപിച്ചിരിക്കുന്നു. രേഷ്മ രാജനാണ് വിവരങ്ങൾ നൽകിയത്.